1998-2000 കാലത്ത് ഞാൻ വടകര CA ആയിരുന്നു. ആ സമയത്ത് കണ്ണൂർ ജില്ലയിലെ പ്രമാദമായ ഒരു കേസിൻ്റെ അന്വേഷണം കോഴിക്കോട് IG അൽഫോൺസ് ലൂയിസ് ഇറയിൽ സാറിനായിരുന്നു. അദ്ദേഹം പ്രത്യേക അന്വേഷണ സ്ക്വാഡ് ഉണ്ടാക്കിയപ്പോൾ ആ സ്ക്വാഡിലെ അംഗങ്ങളായിരുന്നു ഞാനും നാദാപുരം CA ആയിരുന്ന അക്ബറും. ഏതാണ്ട് എല്ലാ ദിവസവും രാവിലെ വടകര പോലീസ് സ്റ്റേഷനിലെത്തി പ്രാഥമികമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം നേരെ കണ്ണൂർ പോയി കേസിൻ്റെ അന്വേഷണം, അതിന് IGയെ സഹായിക്കലായിരുന്നു ഞങ്ങളുടെ ജോലി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാദാപുരത്ത് ചെറിയ സംഘട്ടനം ഉണ്ടായതായി വിവരം കിട്ടി. അതൊരു രാഷ്ട്രീയ സംഘർഷമായിരുന്നു. ആ സംഘർഷം ഉണ്ടായപ്പോൾ അടുത്ത ദിവസം നടത്താനിരുന്ന പ്രതിമാസ കോൺഫറൻസ് SP നടരാജൻ സാറ് നാദാപുരത്ത് വെച്ച് നടത്താം എന്നും എല്ലാ SIമാരോടും CAമാരോടും DSPമാരോടും നാദാപുരം സർക്കിൾ ഓഫീസിൽ രാവിലെ 10 മണിക്ക് എത്താനും വയർലെസ്സിലൂടെ നിർദ്ദേശം നൽകിയത് പ്രകാരം ഞങ്ങളൊക്കെ നാദാപുരത്തെത്തി. നാദാപുരത്ത് സംഘർഷമുണ്ടായതിനാൽ നാദാപുരം, പേരാമ്പ്ര, കുറ്റ്യാടി, എടച്ചേരി മുതലായ പോലീസ് സ്റ്റേഷനുകളിലെ ഓഫീസർമാരെ വടകരയിൽ വരുത്തി കോൺഫറൻസ് നടത്തിയാൽ തലേ ദിവസം ഉണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ച എന്നോണം ഏതെങ്കിലും സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ നാദാപുരത്തുണ്ടായാൽ വടകരയിൽ നിന്ന് നാദാപുരത്തെത്തുമ്പോഴേക്ക് സമയം പിടിക്കും എന്നുള്ളതുകൊണ്ട് ആ സമയനഷ്ടം ഇല്ലാതിരിക്കാനാണ് നാദാപുരത്ത് വെച്ച് തന്നെ കോൺഫറൻസ് നടത്താമെന്ന് SP നിശ്ചയിച്ചത്. അത് പ്രകാരം ഞങ്ങളൊക്കെ നാദാപുരത്തെ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തു. ശേഷം ഞാനടക്കമുള്ള 6 സർക്കിൾ ഇൻസ്പെക്ടർമാരോടും 6 SIമാരോടും പോലീസുകാരെയും കൂട്ടി നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ സംഘർഷ മേഖലയായി അന്ന് ഉണ്ടായിരുന്ന വ്യത്യസ്ത സ്ഥലങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നതിനും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാതെ നോക്കുന്നതിനും ഞങ്ങൾക്ക് ഡ്യൂട്ടി നിശ്ചയിച്ച് തന്നു. ഇപ്പോൾ കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ അവിടെ തന്നെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 11 മണിയായ സമയത്ത് ഒരു ശബ്ദം കേട്ടു. അതൊരു ബോംബ് പൊട്ടുന്ന രീതിയിലുള്ള ശബ്ദമാണ് കേട്ടത്. നാദാപുരം പോലീസ് സ്റ്റേഷൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് കേട്ടത്. ഞാനപ്പോൾ നാദാപുരം ടൗണിൽ കുറ്റ്യാടി റോട്ടിലാണ് ഉണ്ടായിരുന്നത്. ഉടനെ നാദാപുരം CAയോട് വയർലെസ്സിൽ വിളിച്ചു ചോദിച്ചു. നാദാപുരം CA പറഞ്ഞു, അത് പോലീസ് സ്റ്റേഷൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ്, എന്താണെന്ന് നോക്കിയിട്ട് വിവരം പറയാം. നാദാപുരം SI പ്രദീപിനെ വിളിച്ചു ചോദിച്ചു. പ്രദീപ് പറഞ്ഞു, പ്രദീപ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏതാണ്ട് അടുത്തു നിന്നാണ് ഒച്ച കേട്ടത്, നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. എന്തായാലും ആ പ്രദേശത്തേക്ക് വരാം എന്ന് കരുതി കുറ്റ്യാടി റോട്ടിൽ നിന്ന് നാദാപുരം ജംഗ്ഷനിലൂടെ ഞാനും പോലീസ് പാർട്ടിയും എൻ്റെ പോലീസ് ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് പ്രദീപ് വയർലെസ്സിൽ വിളിച്ച് പറഞ്ഞു, സാറ് എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ സാറ് കുറച്ചുകൊണ്ട് മുമ്പോട്ട് പോവാ, എൻ്റെ ജീപ്പ് കാണും, എൻ്റെ ജീപ്പിൻ്റെ മുമ്പിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ഒരു 100 മീറ്റർ ദൂരെ ആയിട്ട് നാദാപുരം CAയുടെ ജീപ്പ് ഞാൻ കണ്ടു. CA നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു വയർലെസ്സിൽ, എന്താണ് നിങ്ങൾ നടന്നു വരുന്നത്, ജീപ്പിൽ വരാത്തത് എന്താണ്? സാറ് ജീപ്പിൻ്റെ മുമ്പിലേക്ക് നോക്ക് എന്ന് പറഞ്ഞു. എനിക്ക് ജീപ്പിൻ്റെ മുമ്പിലേക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ജീപ്പിൻ്റെ ലൈറ്റ് ബ്രൈറ്റാക്കി ഇടാൻ ഡ്രൈവറോട് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരു 6.25 അടി ഹൈറ്റുള്ള ഒരാൾ നടന്നു വരുന്നതായിട്ട് തോന്നി. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പേടി തോന്നുന്ന രീതിയിൽ കൈ, വയറ് എല്ലാം രക്തമൊലിച്ച് വലതു കൈ ആടിക്കളിക്കുന്ന രീതിയിൽ നടന്നു വരുന്നു. ഇത് തൊട്ട് പുറകിൽ SI നടന്നു വരുന്നു. പുറകിൽ SIയുടെ ജീപ്പുണ്ട്. ഞാൻ നേരെ ജീപ്പുമായി വന്ന്
എസ് ഐയുടെ വണ്ടിയുടെ ഏതാണ്ട് അടുത്തെത്തി. ഞാൻ വാഹനം നിർത്തി നോക്കുന്ന സമയത്ത് സുമാർ 6.25 അടി ഹൈറ്റുള്ള ഒരാൾ വലത് കൈ രക്തം വാർന്നൊലിച്ച്, അതുപോലെ വയറിൻ്റെ ഭാഗം രക്തം വാർന്നൊലിച്ച്, ഇടത് കൈയിൽ ശരീരഭാഗങ്ങളും താങ്ങി നടന്നു വരുന്നത് കണ്ടു. എസ് ഐയുടെ അടുത്തെത്തി എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ബോംബ് പൊട്ടിയ സ്ഥലത്തുനിന്ന് വരുന്ന ആളാണ് എന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങളെ ജീപ്പിൽ കയറ്റുമെന്ന് എസ് ഐയോട് പറഞ്ഞു. അത് ഡോറ് ലോക്ക് കേടായതുകൊണ്ട് നെട്ടും ബോൾട്ടും ഇട്ട് തുറക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ചിരിക്കുകയാണ്, ജീപ്പിൻ്റെ ഡോറ് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എങ്കിൽ എൻ്റെ ജീപ്പിൽ പുറകിൽ കയറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ പോലീസുകാരോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ജീപ്പിൻ്റെ ഡോറ് തുറന്ന് ഈ ആളെ എൻ്റെ പോലീസ് ജീപ്പിൽ കയറ്റി നേരെ നാദാപുരം ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പോകുന്ന സമയത്ത് വെള്ളം വേണോ എന്ന് ചോദിച്ചു. വേണം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ കുപ്പി കുടിക്കാൻ വേണ്ടി കൊടുത്തു. കുറച്ച് വെള്ളം അയാൾ കുടിച്ചു, കുപ്പി ബാക്കി തന്നു. പേരെന്താണെന്ന് ചോദിച്ചു. രമേശൻ എന്ന് പറഞ്ഞു. എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചു. കുഞ്ഞമ്മദ് ഹാജി ബോംബെറിഞ്ഞതാണെന്ന് പറഞ്ഞു. ഏത് കുഞ്ഞമ്മദ് ഹാജി എന്ന് പറഞ്ഞു. അത് കൊള്ളിൻ്റെ അവിടെ കുഞ്ഞമ്മദ് ഹാജി എന്ന് പറഞ്ഞു. ആ ഭാഗങ്ങളിലൊക്കെ പ്രത്യേക പേരുകളാണ്, പ്രത്യേക ഭാഷയാണ്. കൊള്ളിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ മതിലിൻ്റെ അവിടെ എന്ന്. പണ്ട് മതിൽ കെട്ടിയ വീടാവും, അതാണ് കൊള്ളിൻ്റെ അവിടെ എന്ന് പറയുന്നത്. അങ്ങനെ രസകരമായ ഭാഷയുള്ള സ്ഥലമാണ് ആ പ്രദേശങ്ങൾ. അപ്പോൾ കൊള്ളിൻ്റെ അവിടെ കുഞ്ഞമ്മദ് ഹാജി എറിഞ്ഞതാണ് എന്ന് രമേശൻ പറഞ്ഞു. ആ വിവരം ഞാൻ വയർലെസ്സിലൂടെ അക്ബറിനെ അറിയിച്ചു. അക്ബർ പറഞ്ഞു ഞാൻ അവിടെ എത്താറായിട്ടുണ്ട്, ഞാൻ ആ വിവരം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ആശുപത്രിയിലെത്തി. ആശുപത്രിയിൽ വിവരമറിഞ്ഞ് ഡോക്ടർ നേഴ്സും ഒക്കെ താഴെ തന്നെ പുറത്ത് മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ജീപ്പിൽ തന്നെ അവരൊരു നോട്ടം നോക്കിയിട്ട് പരിക്ക് വെച്ചിട്ട് പറഞ്ഞു, ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് നടത്തിയിട്ട് പറഞ്ഞു വേഗം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പേരും അഡ്രസ്സൊക്കെ അവൻ പറഞ്ഞത് അവരെഴുതിയെടുത്ത് നേരെ വടകര ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അതേ വണ്ടിയിൽ ഞാനും പോലീസുകാരും നേരെ വടകര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന സമയത്ത് രമേശനോട് കാര്യങ്ങൾ അന്വേഷിച്ചു. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവിടെ എത്തിയത്? അപ്പോൾ പറഞ്ഞു ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെ പേരിൽ പോലീസ് വരും എന്ന് കരുതി വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ല. വീട്ടുറങ്ങാതെ ഞങ്ങൾ കുഞ്ഞമ്മദ് ഹാജിയുടെ വാഴത്തോട്ടത്തിൻ്റെ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മദ് ഹാജി ബോംബെറിഞ്ഞതാണെന്ന് പറഞ്ഞു. കുഞ്ഞമ്മദ് ഹാജിക്ക് എത്ര വയസ്സുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ ഒരു 75 വയസ്സുണ്ടാവും. കുഞ്ഞമ്മദ് ഹാജിക്ക് മക്കളുണ്ടോ? മക്കളൊക്കെ ഗൾഫിലാണ്. വേറെ ആണുങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടോ? ഇല്ല. ഞാൻ അക്ബറിനോട് വിളിച്ച് ചോദിച്ചു. അക്ബർ പറഞ്ഞു ഞാൻ അയാളെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുഞ്ഞമ്മദ് ഹാജിയെ ബെല്ലടിച്ചിട്ട് കുഞ്ഞമ്മദ് ഹാജി വാതിൽ തുറക്കുന്നില്ല. ജനലിൽ മുട്ടി ലൈറ്റ് ഇട്ടിട്ടുണ്ട്, വാതിൽ തുറക്കുന്നില്ല. തൊട്ട് അയൽവാസിയെ വിളിച്ചിട്ടുണ്ട്. അയൽവാസി വന്ന് കുഞ്ഞമ്മദ് ഹാജിയോട് ജനലിലൂടെയെങ്കിലും സംസാരിക്കട്ടെ, എന്നാൽ കഥ അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ അക്ബർ അയൽവാസിയെ വിളിച്ച് ഈ കുഞ്ഞമ്മദ് ഹാജിയുടെ വീട്ടിൽ ജനൽ തുറന്ന് സംസാരിച്ചു. കുഞ്ഞമ്മദ് ഹാജി പറഞ്ഞു ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണ്, മക്കൾ ആരും ഇവിടെ ഇല്ല. നാദാപുരം മേഖല ആ സമയങ്ങളിൽ ഒരു സംഘർഷ മേഖല ആയതുകൊണ്ട് ഈ ബോംബ് പൊട്ടലും പൊട്ടിക്കലും പരസ്പരം ഏറുമൊക്കെ സാധാരണ സംഭവങ്ങളായതുകൊണ്ട് ഒരു വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലത്തുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പകരം ഏതെങ്കിലും മറുചേരിയിലുള്ള വീട്ടിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ശീലമായിരുന്നു അന്നൊക്കെ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് കരുതി കുഞ്ഞമ്മദ് ഹാജി ജനൽ തുറക്കാതിരുന്നതാണ്. അയൽവാസിയായ ആൾ വിളിച്ചപ്പോൾ ആ സൗണ്ട് കേട്ട് തിരിച്ചറിഞ്ഞ് നിർബന്ധത്തിന് വഴങ്ങി കുഞ്ഞമ്മദ് ഹാജി ജനൽ തുറന്നു, കാര്യങ്ങൾ പറഞ്ഞു. ഒച്ച ഞാനും കേട്ടു. ആ മുറ്റത്തിൻ്റെ ആ ഭാഗത്തു നിന്നാണ് കേട്ടത്, കൂടുതൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ജനലടച്ചു. അങ്ങനെ അക്ബറും ഈ അയൽവാസിയും കൂടെ മുറ്റത്തിൻ്റെ ഭാഗം പരിശോധിച്ചപ്പോൾ ആ മുറ്റത്തിൻ്റെ ഭാഗത്ത് ചെരുപ്പ് സ്ലിപ്പായതായിട്ടും ഒരു ചെരുപ്പ് അവിടെ വീണ് കിടക്കുന്നതായിട്ടും അവിടെ വെച്ച് ബോംബ് പൊട്ടിയതിൻ്റെ ലക്ഷണങ്ങളും ഉള്ളതായിട്ട് അക്ബർ വയർലെസ്സിലൂടെ എന്നെ അറിയിച്ചു. അങ്ങനെ അറിയിച്ചത് ഈ രമേശൻ കേട്ടു. അക്ബർ ഈ പറയുന്ന സമയത്ത് ഞാൻ രമേശനെയും കൊണ്ട് പോലീസ് ജീപ്പിൽ ഞാനും പോലീസുകാരും കൂടെ വടകര ആശുപത്രിയിലേക്ക് പോവുകയാണ്.
അപ്പോഴാണ് രമേശനും ഈ വിവരം കേട്ടു. രമേശനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. രമേശ, ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് വന്നതാണോ, നിൻ്റെ ചെരുപ്പ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ചെരുപ്പ് അവിടെ ഉണ്ട് എന്നവൻ പറഞ്ഞു. സ്ലിപ്പ് ചെയ്ത് വീണതാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നും അവൻ പറഞ്ഞു. കയ്യിൽ ബോംബുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ കയ്യിലൊന്നും അരയിലൊരു ബോംബും ഉണ്ടായിരുന്നു, അത് വീണപ്പോൾ പൊട്ടിയതാണ് എന്ന് പറഞ്ഞു. അത് പ്രകാരം നേരെ വടകര ആശുപത്രിയിൽ എത്തിച്ചു. വിവരം ഞാൻ അക്ബറിനെ അറിയിച്ചു. വടകര ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയും ഡോക്ടർമാർ മുറ്റത്ത് വന്ന് നിൽക്കണം. ഡോക്ടർമാർ വേഗം നോക്കിയിട്ട് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് വിട്ടോളെന്ന് പറഞ്ഞു. നേരെ ആംബുലൻസ് റെഡിയാക്കിയിട്ടുണ്ട്. ആ ആംബുലൻസിൽ വടകരയിൽ നിന്ന് വേറെ 2 പോലീസുകാരെയും കയറ്റി നേരെ മെഡിക്കൽ കോളേജിലേക്ക് രമേശനെ ചികിത്സക്കായിട്ട് പറഞ്ഞയച്ചു. ഈ വിവരം ഞാൻ അപ്പോൾ തന്നെ DYSPയെയും SP-യെയും ഫോണിൽ അറിയിക്കാൻ വേണ്ടി അക്ബറിനോട് വിവരം പറഞ്ഞു. ഞാനും പോലീസുകാരും ദേഹത്ത് പറ്റിയ രക്തവും മറ്റും കളഞ്ഞ് യൂണിഫോം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, സാർ, പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ പ്രേതമാണോ എന്ന് കരുതി. സത്യത്തിൽ രമേശൻ നടന്നു വരുന്ന ആകാരം ആങ്ങിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു പ്രേതം വരുന്ന പോലെയായിരുന്നു. വലത് കൈ അറ്റ് തൂങ്ങി, ഇടത് കൈയുടെ വയറ് പിടിച്ച് കുടൽ കയ്യിൽ പിടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. അത് ആര് കണ്ടാലും പെട്ടെന്ന് പേടിക്കുമായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ, ജീപ്പിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ കണ്ടതുകൊണ്ടാണ് പ്രത്യേകിച്ച് വേറൊന്നും തോന്നായിരുന്നത്. പിന്നീട് ആംബുലൻസ് കോഴിക്കോട് എത്തിയതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോലീസുകാർ വിളിച്ച് പറഞ്ഞു രമേശൻ മരണപ്പെട്ടു എന്ന് വിവരം പറഞ്ഞു. ആ വിവരം കിട്ടിയ ഉടനെ ഞാൻ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഞാനും നേരത്തെ ഉണ്ടായിരുന്ന 2 പോലീസുകാരും നാദാപുരം പോലീസ് സ്റ്റേഷനിൽ പോയി ഉണ്ടായ സംഭവത്തിന് ഒരു റിപ്പോർട്ട് എഴുതി SHOക്ക് കൊടുത്തു. SHO അത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കുഞ്ഞമ്മദാജിയുടെ പറമ്പിൽ ബോംബുമായി പോയി ഒളിഞ്ഞിരുന്ന് മുറ്റത്തുകൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് മഴ കാരണം മുറ്റത്ത് സ്ലിപ്പ് ചെയ്ത് വീണ് അബദ്ധവശാൽ കയ്യിലുണ്ടായിരുന്ന ബോംബും അരയിലുണ്ടായിരുന്ന ബോംബും സ്വയം പൊട്ടി രമേശൻ ഇത്ര മണിക്ക് മരണപ്പെട്ടതായി നാദാപുരം SHOക്ക് റിപ്പോർട്ട് ചെയ്യാൻ എഴുതി കൊടുത്തു. അത് പ്രകാരം രാവിലെ 5 മണിയായപ്പോൾ നാദാപുരം പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ അത് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, അസ്വാഭാവിക മരണത്തിന്. ആ കേസ് പിന്നെ അന്വേഷിക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഹർത്താൽ നടത്താനും ഒക്കെ ഒരു വിഭാഗം ആളുകൾ, കുഞ്ഞമ്മദാജി ബോംബെറിഞ്ഞതിനെ തുടർന്ന് പരിക്കേറ്റാണ് രമേശൻ മരണപ്പെട്ടത് എന്നുള്ള രീതിയിൽ പ്രചാരണങ്ങൾ നടത്തി ഹർത്താൽ നടത്താനൊക്കെ ഒരു വിഭാഗം ആളുകൾ തുനിഞ്ഞിറങ്ങിയെങ്കിലും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ വിവരങ്ങൾ ഇന്നതാണ് എന്നറിഞ്ഞ് സ്വയം നേതാക്കൾ ഇടപെട്ട് ഹർത്താലൊക്കെ പിൻവലിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഒരു പ്രത്യേക വിഭാഗവുമായിട്ടുള്ള സംഘർഷത്തിൽ പ്രതിരോധം തീർക്കുന്നതിനിടയിൽ അബദ്ധവശാൽ പരിക്ക് പറ്റി മരണപ്പെട്ടതാണ് രമേശൻ എന്നുള്ള രീതിയിൽ അവൻ്റെ പാർട്ടിയുടെ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ച് മറ്റൊരു ക്രമസമാധാന പ്രശ്നങ്ങൾ അവിടെ ഇല്ലാതെ അത് അവസാനിച്ചു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2020 ഓഗസ്റ്റ് മാസം കോവിഡ് എന്ന മഹാമാരി കേരളത്തിൽ എല്ലാ സ്ഥലത്തും പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. മലപ്പുറം ജില്ലയിലും അത്തരത്തിൽ കോവിഡ് പടർന്ന് പല സ്ഥലങ്ങളും കണ്ടെയ്ൻമെൻറ്റ് സോണായി ഡിക്ലെയർ ചെയ്തിട്ടുള്ള സമയമാണ്. ഞാനന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായി ജോലി ചെയ്യാണ്. 2020 ഓഗസ്റ്റ് 7 പൊതുവേ മഴ കൂടുതലുള്ള ദിവസമാണ് എന്നുള്ളതുകൊണ്ട് 2019 ഓഗസ്റ്റ് 7 കവളപ്പാറ ദുരന്തമുണ്ടായത്. അതുകൊണ്ട് 2020 ഓഗസ്റ്റ് 7 ഞാൻ എൻ്റെ ജില്ലയിലെ എല്ലാ ഓഫീസർമാരോടും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും രാവിലെ ഉള്ള ജാട്ട ബ്രോഡ്കാസ്റ്റിങ്ങിൽ ഞാൻ മെസ്സേജ് കൊടുത്തിരുന്നു. എല്ലാവരും അലർട്ടായിരിക്കണം.
രാത്രി 12 മണി വരെ ഓഫീസുകളിലോ പോലീസ് സ്റ്റേഷനുകളിലോ വേണം, യൂണിഫോം ധരിച്ച് വേണം. ആര് ഫോൺ ചെയ്താലും ആളില്ല, വണ്ടിയില്ല എന്നുള്ള വിവരം പറയാൻ പാടില്ല. വിളിക്കണം, മറുപടി കൊടുക്കണം, ഉടനെ പോകണം. ഏത് വണ്ടി എടുത്ത് വേണമെങ്കിൽ പോകാം, സ്പോട്ടിലെത്തണം, അവരെ സഹായിക്കണം. പറ്റുന്ന സേവനം, മനുഷ്യസഹജമായ സേവനങ്ങളൊക്കെ ചെയ്യുക. ഇനി അല്ല വേറെ ആരെക്കൊണ്ടെങ്കിലും സഹായം ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അവിടെ കോവിഡ് ഉള്ളതുകൊണ്ട് 2 ദിവസം മുമ്പ് ഓഗസ്റ്റ് 5-നാണെന്ന് തോന്നുന്നു, കൊണ്ടോട്ടി പ്രദേശത്തൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോൺ, അതുപോലെ പൊന്നാനി അങ്ങനെ കുറച്ച് പ്രദേശങ്ങളിലൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി പോലീസ് ചെന്ന് റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തുനിന്നും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രവേശനം, സ്വതന്ത്രമായ പ്രവേശനം നിയന്ത്രിച്ചു കൊണ്ടുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കിയ പ്രദേശമായിരുന്നു. ഈ ഓഗസ്റ്റ് 7-ന് വൈകിട്ട് 7:20 മണിക്ക് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ASI, അവിടെ അയാൾ എയർപോർട്ടിൽ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിയുള്ള ASI എന്നെ വിളിച്ച് പറഞ്ഞു, സർ എയർപോർട്ടിൽ എന്തോ നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നത്? എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്, റൺവേക്ക് ഓടുന്നുണ്ട് സർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട, എന്താണെന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കുക. ഞാൻ അപ്പം തന്നെ എൻ്റെ ഡ്രൈവർ പ്രദീപിനോട് പറഞ്ഞു, അതുപോലെ ഗൺമാനോടും പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ ഒക്കെ റെഡിയാകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ റെഡിയായി ഇരുന്ന് വിവരം കിട്ടി. ഉടനെ തന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുജീബ് റഹ്മാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്, സർ ഇതാ ഫ്ലൈറ്റ്, ഇതാ സർ റൺവേ തെറ്റി സർ, ഇതാ പോണു സർ, ഇത് സർ വീണു സർ, 2 പീസായി സർ എന്ന് പറഞ്ഞു. ലൈവ് കമൻട്രി പോലെ എന്നെ അറിയിക്കുകയാണ്. ഞാൻ ഉടനെ വാഹനത്തിൽ പുറപ്പെടുകയാണ്. ഞാൻ പുറപ്പെടുമ്പോൾ, മലപ്പുറത്ത് നിന്ന് പുറപ്പെടുമ്പോൾ മോങ്ങത്ത് വള്ളുവമ്പുറത്തൊക്കെ വെള്ളം റോഡിലൂടെ മൂടിയിട്ടുണ്ടെന്ന് എനിക്ക് വിവരം അറിയാം. എങ്കിലും ഞാൻ അതിന് പറ്റിയ വാഹനത്തിൽ ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പുറപ്പെടുകയാണ്. വിവരം DIGയെ അറിയിച്ചു, അതുപോലെ IG അശോക് യാദവ് സാറിനെ അറിയിച്ചു, ADGP അറിയിച്ചു, DGPനെ അറിയിച്ചു. അപ്പോൾ DGP ചോദിച്ചു മുഖ്യമന്ത്രി അറിയിച്ചൊന്നുമില്ല സാർ, ഞാൻ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വിവരം പറഞ്ഞ് ഞാൻ നേരെ പോവുകയാണ്. ഞാൻ നേരെ കരിപ്പൂർ എയർപോർട്ട്, മലപ്പുറം ജില്ലയിലാണ്, കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പേരാണെങ്കിലും അത് മലപ്പുറം ജില്ലയിലാണ് നിൽക്കുന്നത്. കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്, കൊണ്ടോട്ടിയുടെ തൊട്ടടുത്താണ്. ഞാൻ ഈ പോകുന്ന സമയത്ത് തന്നെ ഈ സംഭവം ഉണ്ടായി എന്നുള്ള വിവരം കിട്ടിയ ഉടനെ ഞാൻ വയർലെസ്സിലൂടെ വണ്ടിയിൽ നിന്ന് കയറി താഴെ ഇറങ്ങി, എൻ്റെ ഓഫീസിൽ നിന്ന് താഴെ ഇറങ്ങി സെറ്റിൽ വന്ന ഉടനെ കൺട്രോളിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജില്ലയിലെ എല്ലാ CAമാരോടും കൊണ്ടോട്ടിയിലേക്ക് വരാൻ, എയർപോർട്ടിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയാം. അതിൽ കൊണ്ടോട്ടി CI ട്രാഫിക് ഇന്ന സ്ഥലത്ത് നോക്കണം, കരിപ്പൂർ CI അവിടെ ഫസ്റ്റ് എയ്ഡ് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി നോക്കണം, തിരുവങ്ങാട് CI ഇന്ന സ്ഥലത്ത് നിൽക്കണം, താനൂർ CI ഇന്ന സ്ഥലത്ത് നിൽക്കണം, മഞ്ചേരി CI ഇന്ന സ്ഥലത്ത് നിൽക്കണം, മലപ്പുറം CI ഇന്ന സ്ഥലത്ത് നിൽക്കണം, പെരുന്തൽമണ്ണ CI ഇന്ന സ്ഥലത്ത് നിൽക്കണം, ASP ഇന്ന സ്ഥലത്ത് നിൽക്കണം. മലപ്പുറം ജില്ലയിലെ എല്ലാ ആശുപത്രികളും, കോഴിക്കോട് രാമനാട്ടുകര ഫറൂഖ് ഉള്ള എല്ലാ ആശുപത്രികളെയും വിളിച്ച് അലർട്ടാക്കുക. എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് പരിക്കുണ്ടാവും, ആശുപത്രിയിൽ വരും, എല്ലാവരും സജ്ജമായിട്ടിരിക്കണം എന്ന് എല്ലാ സ്വകാര്യ ആശുപത്രികളോടും ഗവൺമെൻറ് ആശുപത്രികളോടും ഒക്കെ നിർദ്ദേശിക്കാൻ വേണ്ടി ഞാൻ വയർലെസ്സിൽ മെസ്സേജ് കൊടുത്തു. അപ്പോൾ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥൻ അതേപടി പറയുന്നത് ഞാൻ വയർലെസ്സിലൂടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഇരുന്നിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരോടും പറഞ്ഞു, ഇങ്ങനെ ഓരോ ആശുപത്രികളെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട്, അവിടെ വയർലെസ് ഉണ്ടാവില്ലല്ലോ, ഫോണിൽ വിളിച്ചിട്ട് വിവരം പറയാൻ. അങ്ങനെ ഞാൻ അവിടെ പുറപ്പെട്ടു. പറഞ്ഞ പോലെ വള്ളുവമ്പുറത്തും മോങ്ങത്തും വെള്ളമുണ്ടായിരുന്നു. ആളുകൾ പറഞ്ഞു പോകുമെന്ന് സംശയമാണ്. എനിക്ക് 4x4 വണ്ടി ആയതുകൊണ്ട് ഞാൻ അതും വെച്ച് നേരെ പോയി എയർപോർട്ട് തിരിയുന്ന സ്ഥലത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. മുഖ്യമന്ത്രിക്ക് സംസാരിക്കാനാണ്, അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എത്തിയിട്ട് കൊടുക്കാൻ, അല്ല സംസാരിച്ചോളൂ പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി എന്നെ വിളിച്ചു, അവിടെ എത്തിയോ എന്ന് ചോദിച്ചാൽ, നമ്മൾ സാർ 2 മിനിറ്റ് കൊണ്ട് എത്തും. ഒന്നുമില്ല, വിവരം അറിഞ്ഞാണ്, നിങ്ങളാണ് എത്താൻ പോകുന്ന ആളെന്ന് മനസ്സിലായി, അവിടെ എത്തിയിട്ട് എന്താ കാര്യങ്ങൾ നോക്കിയിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ ഞാൻ അതിന് മുമ്പ് തന്നെ മുജീബ് റഹ്മാനോട് പറഞ്ഞിരുന്നു, ഈ അവിടെ ഉള്ള ഇലക്ട്രിസിറ്റി പവർ ഓഫ് ചെയ്യാൻ വേണ്ടി പറയണം. ഈ വാഹനത്തിൻ്റെ, നമ്മളെ വിമാനത്തിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ ആരും മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് അവിടെ മൈക്കിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള CSFനോട് അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തുകൂടെ റൺവേ കൂടെ ഞാൻ ഈ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ മതിലിനിടിച്ച് മതിൽ പൊളിഞ്ഞ് ആ ഭാഗത്തു കൂടെയാണ്
എല്ലാ ആളും കരിപ്പൂരിലെയും കൊണ്ടോട്ടിയിലെയും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ, അതുപോലെ അവിടെയുള്ള ടാക്സി ഡ്രൈവേഴ്സ്, അവിടെയുള്ള അയൽവാസികൾ എല്ലാവരും സന്ദർഭത്തിന് ഉയർന്ന് എല്ലാവരും കിട്ടിയ വാഹനങ്ങളിൽ ഈ ആളുകളെ, പാസഞ്ചേഴ്സിനെ വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ആ ഫ്ലൈറ്റ് നേരെ മൂക്ക് കുത്തി വീണ പോലെ റൺവേയിൽ നിന്ന് തെറ്റി വീണു. രണ്ട് പീസായിട്ട്, ഒരു പീസ് മതിലിന് ചാരി നിൽക്കുന്നു, അവിടെയാണ് മതിൽ പൊളിഞ്ഞത്. മറ്റേ പീസ് ആ ഭാഗത്തുണ്ട്. ആളുകളെ ഒക്കെ ആ പൊട്ടിയ ഭാഗത്തു കൂടെയാണ് പുറത്തിറങ്ങുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എടുത്തിട്ട് ഓരോരുത്തർ കിട്ടിയ കാറുകളിലും ആംബുലൻസുകളിലും ഒക്കെ ആയിട്ട് കൊണ്ടുപോവാണ്. എയർപോർട്ട് ആയതുകൊണ്ട് ഒരു ഗുണം, ധാരാളം ടാക്സി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ടാക്സി വാഹനങ്ങൾ റൂട്ടിലല്ല, അവരൊക്കെ പാർക്ക് ചെയ്തതിൻ്റെ പുറകുവശത്താണ് നിർത്തിയെങ്കിലും അവർക്കൊക്കെ പെട്ടെന്ന് വരാൻ സാധിച്ചു. അങ്ങനെ കിട്ടിയ ആളുകൾ കൊണ്ട് ഉള്ള ആശുപത്രികൾ കംപ്ലീറ്റ് പോവുകയാണ്. അത് വിവരം കിട്ടുന്ന ഏതൊക്കെ വണ്ടികളിലാണ് പോകുന്നത് എന്ന് എഴുതിയെടുക്കാൻ അവിടെ കൊണ്ടോട്ടി CI ബിജു, അതുപോലെ കരിപ്പൂർ CI ഷിജു ഉണ്ടായിരുന്നു. അതുപോലെ മുജീബ് ASI ഒക്കെ ഇത്രയും ആളുകളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപൂർണമാണെങ്കിലും എത്ര ആളുകളെ ആരൊക്കെ ഏതൊക്കെ വാഹനങ്ങളിൽ കൊണ്ടുപോയി എന്നുള്ള ഡീറ്റെയിൽസ് എടുക്കുമായിരുന്നു. അതുപോലെ ഈ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ യൂണിയനിൽപ്പെട്ട ആളുകൾ അവരും ഏതൊക്കെ വാഹനത്തിലാണ് കൊണ്ടുപോകുന്നുള്ള ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഏത് ആശുപത്രിക്കാണ്, എന്ത് ആശുപത്രിക്കാണെന്നുള്ള വിവരം ഈ ഡ്രൈവർമാർ അവരുടെ യൂണിയൻ്റെ ആളുകളോട് ബന്ധപ്പെട്ട് പറയും. ഇന്നൊരു സ്ത്രീ ഇന്നതുണ്ട്, പേരറിയെങ്കിൽ പേര്, ആ വിവരങ്ങൾ അപ്പോൾ കൊടുത്ത് അവർ ആ സംഭവം നടന്ന് ഒരു 10-11 മണി ആവുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് കൃത്യക്കണക്ക് നമുക്ക് കിട്ടി. എങ്കിലും എത്ര ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് വിവരം കിട്ടാൻ എയർപോർട്ട് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എയർപോർട്ട് ഡയറക്ടറും ഒക്കെ ഇതിനകത്ത് അവിടെ സർവ്വ സന്നാഹങ്ങളുമായിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ, അവിടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന CSFൻ്റെ ആളുകൾ, എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ, എൻജിനീയറിംഗ് വിങ്, ഫയർഫോഴ്സ്, എയർപോർട്ടിൽ തന്നെ ഫയർഫോഴ്സ് ഉള്ളതുകൊണ്ട് എല്ലാത്തരം മുൻകരുതലുകളും അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഏകോപനം ആ കാര്യത്തിലുണ്ടായി. ടോട്ടൽ 190 പാസഞ്ചേഴ്സാണ് ആ എയർ ഇന്ത്യ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. അതിൽ 184 പേരാണ് പാസഞ്ചേഴ്സ്. അതിൽ പൈലറ്റും കോ പൈലറ്റും പിന്നെ 4 ക്രൂ ആയിരുന്നു. അങ്ങനെ 184 പാസഞ്ചേഴ്സും 6 ഫ്ലൈറ്റിൻ്റെ സ്റ്റാഫ് അടക്കമുള്ള ആളുകൾ. അതിൽ 21 പേരാണ് അന്ന് മരണപ്പെട്ടത്. 2 ദിവസം മുമ്പാണ് ആ ഏരിയയൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണായി പോലീസ് റോഡൊക്കെ ക്ലോസ് ചെയ്യുന്നത്. അതൊക്കെ തട്ടിമാറ്റി ഈ കോവിഡ് ഭീതി ഇല്ലാതെ ഈ ആളുകളൊക്കെ നന്നായി അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പിന്നീട് കുറച്ച് ആളുകളൊക്കെ അവിടെ കോവിഡ് ഭീതി മൂലം കണ്ടെയ്ൻമെൻറ്റ് സോണിൽ വരികയും കുറച്ച് ആളുകൾക്ക് കോവിഡ് പിടിപെടുകയൊക്കെ ചെയ്തു. അതിൽ എനിക്കും കോവിഡൊക്കെ പിടിപെട്ടു. പക്ഷേ അതൊരു വലിയ പ്രവർത്തനമായിട്ട് വന്നു. ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ലാൻഡിങ്, ആ ലാൻഡിങ് സമയത്ത് പൈലറ്റിൻ്റെ വിഷൻ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിൽ നിന്ന് പിന്നെ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തെന്നി മാറി അവർ റൺവേ തെറ്റി പോയതാണ്. കരികൽ എയർപോർട്ട് കൊച്ചിയും തിരുവനന്തപുരം എയർപോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. ഒരു കുന്നിൻ്റെ മുകളിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു സൈഡ് താഴ്ന്ന പ്രതലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മൂക്ക് കുത്തി വീഴുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോഴാണ് അത് 2 പീസായത്. 190 പാസഞ്ചേഴ്സ് ഉള്ളതിൽ 21 പേരാണ് മരണപ്പെട്ടത്. അതിൽ പൈലറ്റ്, കോ പൈലറ്റ് ഒഴികെയുള്ള 19 പേര് മലയാളികളാണ്. ഈ 19 പേരിൽ 4 കുട്ടികളും പിന്നെ ഒരു ഗർഭിണിയും ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ അവരുടെയൊക്കെ ഇൻക്വസ്റ്റ് നടത്തി, പോസ്റ്റ്മോർട്ടം നടത്തി. ആ കേസിനോട് ബന്ധപ്പെട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ എയർക്രാഫ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിനോടനുബന്ധിച്ച് നമ്മളത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് വാങ്ങി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇൻഷുറൻസ് കിട്ടുന്നതിനും മറ്റും നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പരിക്ക് പറ്റിയ ആളുകൾക്ക് വേണ്ട വൂണ്ട് സർട്ടിഫിക്കറ്റുകളും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കളക്ട് ചെയ്ത് അതും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർക്കൊക്കെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഗുണകരമായിരുന്നു. എൻക്വയറിയുടെ ഭാഗമായി ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുന്ന പ്രവൃത്തി, അതടക്കമുള്ള പ്രവൃത്തികൾ എയർപോർട്ട് അതോറിറ്റിയുടെ ഇൻവെസ്റ്റിഗേഷൻ വിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണവും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. 60 പേരെ കാണാനില്ല എന്നൊരു റഫ് കണക്ക് ഞങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ JCB വെച്ച് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്
വേറെ ആളുകൾ ഇങ്ങനെ വന്ന് നോക്കണു, നമ്മളാളുകൾ ഇവിടെ ഉണ്ടോ, നമ്മളാളുകൾ ഇവിടെ ഉണ്ടോ. ഇവരെ ബന്ധുക്കളൊക്കെ ഈ ധാരാളം വീടുകൾ പോയി 60 പേരെ കാണാനില്ല, 60 പേരെ കാണാൻ 60 പേർക്ക് വേണ്ടിയുള്ള തിരയുന്ന സ്ഥലത്തുള്ള ആളുകളെ തെരച്ചിലാണ്. കുറച്ച് JCBകളൊക്കെ കൂടുതൽ വരാൻ വേണ്ടി പറഞ്ഞു. കൂടുതൽ JCBകളൊന്നും തിരഞ്ഞുകൊണ്ടിരുന്നു. JCBകൾ തിരഞ്ഞപ്പോൾ അവർക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റാതെ അതൊക്കെ താഴ്ന്ന് പോവുകയാണ്.